ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് മലയാളത്തിലെ ഒറ്റപ്പദമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒറ്റപ്പദങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദം പി പഠിഷു എന്നാണ്. പി പഠിഷു. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ്റെ ഒറ്റപ്പദം ബു ഭുക്ഷു. ബു ഭുക്ഷു. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ്റെ ഒറ്റപ്പദം പി പാസു. പി പാസു. വിദ്യ അർത്ഥിക്കുന്നവനാണ് വിദ്യാർത്ഥി. വിദ്യാർത്ഥി. ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിഗീഷു. അപ്പോൾ ജിഗീഷു എന്ന് പറയുന്നത് ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ. കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദി ദൃക്ഷു. കാണാൻ ആഗ്രഹിക്കുന്നയാൾക്ക് പറയുന്ന പേരാണ് ദി ദൃക്ഷു. മോക്ഷം ആഗ്രഹിക്കുന്നയാൾക്ക് പറയുന്ന പേരാണ് മുമുക്ഷു. മുമുക്ഷു. ആശ നശിച്ചവൻ്റെ പേരാണ് ഹദാശൻ. ഹദാശൻ. യോഗം അഭ്യസിക്കുന്നവനെ പറയുന്ന പേരാണ് യോഗാചാര്യൻ. യോഗാചാര്യൻ. ഇന്നതാണ് ചെയ്യേണ്ടത് എന്നറിയാത്തവൻ്റെ പേരാണ് ഇതി കർത്തവ്യതാമൂഢൻ. ഇതി കർത്തവ്യതാമൂഢൻ. ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്തവൻ്റെ പേര് ഇതി കർത്തവ്യതാമൂഢൻ. സ്ത്രീകളെ ദുഷിപ്പിക്കുന്നവൻ്റെ പേരാണ് ദർശകൻ. അപ്പോൾ സ്ത്രീകളെ ദുഷിപ്പിക്കുന്നവൻ്റെ പേര് ദർശകൻ. നയിക്കാൻ ഇച്ഛിക്കുന്നവൻ നീഷു. നയിക്കാൻ ഇച്ഛിക്കുന്നവനെ നമ്മൾ പറയുന്ന പേരാണ് നീഷു. കർമ്മങ്ങളിൽ മുഴുകിയവൻ കർമ്മനിരതൻ. കർമ്മനിരതൻ എന്ന് പറയുന്നത് കർമ്മങ്ങളിൽ മുഴുകിയവനെയാണ്. നയം അറിയാവുന്നവൻ നയജ്ഞൻ. നയം അറിയാവുന്നവനെ പറയുന്ന പേര് നയജ്ഞൻ. അതിഥിയെ സ്വീകരിക്കുന്നവൻ്റെ പേരെന്താണ്? ആതിഥേയൻ. അപ്പോൾ അതിഥിയെ സ്വീകരിക്കുന്നവൻ്റെ പേരാണ് ആതിഥേയൻ. വ്യാകരണം അറിയുന്നവൻ്റെ പേരാണ് വൈയാകരണൻ. വൈയാകരണൻ എന്ന് പറയുന്നത് വ്യാകരണം അറിയുന്നവൻ. നിയോഗിക്കുന്നവനെ പറയുന്ന പേര് നിയോക്താവ്. നിയോക്താവ്. അപവാദം പറയുന്നവൻ പരിവാദകൻ. അപവാദം പറയുന്നവൻ പരിവാദകൻ. ന്യായശാസ്ത്രം അറിയുന്നവൻ നൈയായികൻ. ന്യായശാസ്ത്രം അറിയുന്നവൻ നൈയായികൻ. വഞ്ചിക്കാനുള്ള ആഗ്രഹം ഉള്ളവൻ ദിപ്സു. ദിപ്സു എന്ന് പറയുന്നത് വഞ്ചിക്കാനുള്ള ആഗ്രഹമുള്ളവൻ. വേദം അഭ്യസിച്ചവനെ പറയുന്ന പേര് വൈദികൻ. വേദം അഭ്യസിച്ചതിൻ്റെ പേര് വൈദികൻ. വിനയത്തോടു കൂടിയവൻ്റെ പേരാണ് വിനീതൻ. വിനീതൻ. ഊർജമുള്ളവൻ ഊർജസ്വി. ഊർജമുള്ളവൻ ഊർജസ്വി. ഉയർച്ച ആഗ്രഹിക്കുന്നവൻ ഉത്കർഷേച്ചു. ഉയർച്ച ആഗ്രഹിക്കുന്നവൻ ഉത്കർഷേച്ചു. സിദ്ധാന്തം ആവിഷ്കരിക്കുന്നവൻ സൈദ്ധാന്തികൻ. സിദ്ധാന്തം ആവിഷ്കരിക്കുന്നവൻ്റെ പേരാണ് സൈദ്ധാന്തികൻ. ക്രോധത്തോടു കൂടിയവൻ ക്രുദ്ധൻ. ക്രോധത്തോടു കൂടിയവനെ പറയുന്ന പേര് ക്രുദ്ധൻ. ഭർത്താവിൽ നിഷ്ഠയുള്ളവൾ പതിവ്രത. ഭർത്താവിൽ നിഷ്ഠയുള്ളവൾ പതിവ്രത. ഹിതം ആഗ്രഹിക്കുന്നവൻ ഹിതേച്ചു. ധനം ആഗ്രഹിക്കുന്നവൻ ധനേച്ചു. കുലത്തെ ത്രാണനം ചെയ്യുന്നവൾ കളത്രം. അപ്പോൾ കുലത്തെ ത്രാണനം ചെയ്യുന്നവൾക്ക് പറയുന്ന പേര് കളത്രം. അന്നത്തിന് മാത്രം ജീവിക്കുന്നവൻ അന്നായു. അന്നത്തിന് മാത്രം ജീവിക്കുന്നവൻ അന്നായു. ചാബല്യം കാണിക്കുന്നവൻ ചപലൻ. ചാബല്യം കാണിക്കുന്നവനെ പറയുന്ന പേര് ചപലൻ. കമലത്തിൽ നിന്ന് ജനിച്ചവൻ കമലജൻ. ആശ നശിച്ചവൻ്റെ പേര്
ഭഗ്നാശൻ, ഭാഗ്നാശൻ, ആശ നശിച്ചവൻ ഭാഗ്നാശൻ. കാണപ്പെടാത്തതിൽ വിശ്വാസം ഇല്ലാത്തവൻ നാസ്തികൻ, കാണപ്പെടാത്തതിൽ വിശ്വാസമില്ലാത്തവൻ നാസ്തികൻ. ദീർഘവീക്ഷണമുള്ള ആൾ ക്രാന്തദർശി, ദീർഘവീക്ഷണമുള്ള ആൾ ക്രാന്തദർശി. ദ്വീപിൽ ജനിച്ച ആൾ ദ്വൈപായനൻ, ദ്വൈപായനൻ എന്ന് പറയുന്നത് ദ്വീപിൽ ജനിച്ച ആൾ, ദ്വൈപായനൻ. നിശയിൽ സഞ്ചരിക്കുന്ന ആൾ നിശാചരൻ, നിശയിൽ സഞ്ചരിക്കുന്ന ആൾ നിശാചരൻ. പശ്ചാത്തപിക്കുന്ന ആൾ അനുതാപി, അനുതാപി. പിതാവിനെ വധിക്കുന്ന ആൾ പിതൃഘാതി, പിതൃഘാതി. പിതാവിനെ വധിക്കുന്ന ആൾ പിതൃഘാതി. ആവർത്തിച്ചു പറയുന്നവൻ അനുഘാതി. അപ്പം അനുഘാതി എന്ന് പറയുന്നത് ആവർത്തിച്ചു പറയുന്നവൻ. കൃതജ്ഞത ഇല്ലാത്ത ആൾ കൃതജ്ഞൻ, കൃതജ്ഞത ഇല്ലാത്ത ആൾ കൃതജ്ഞൻ. ദിവസം തോറും എന്ന് പറയുന്നത് എന്നുള്ള ഒറ്റപ്പദം അന്വഹം, അന്വഹം ദിവസം തോറും. ആർക്കും വധിക്കാൻ കഴിയാത്ത ആൾ അനവദ്യൻ, ആർക്കും വധിക്കാൻ കഴിയാത്ത ആൾ അനവദ്യൻ. പഠിക്കാനുള്ള ആഗ്രഹത്തെ പറയുന്ന പേര് പിപഠിഷ, പിപഠിഷ. പറയാനുള്ള ആഗ്രഹം വിവക്ഷ, വിവക്ഷ. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ, ജിജ്ഞാസ. കാണാനുള്ള ആഗ്രഹം ദിദൃക്ഷ, കാണാനുള്ള ആഗ്രഹം ദിദൃക്ഷ. ലാഭത്തോടുള്ള ആഗ്രഹം ലാഭേച്ഛ. പിശാചിനെ സംബന്ധിച്ചത് പൈശാചികം. ലാഭത്തോടുള്ള ആഗ്രഹം ലാഭേച്ഛ, പിശാചിനെ സംബന്ധിച്ചത് പൈശാചികം. പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം, പൈതൃകം. സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹികം, സാമൂഹികം. ലോകത്തെ സംബന്ധിച്ചത് ലൗകികം, ലൗകികം. ബുദ്ധിയെ സംബന്ധിച്ചത് ബൗദ്ധികം. നടിയുടെ പുത്രൻ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദം നാടേയൻ, നാടേയൻ. ഉത്തമ മനുഷ്യൻ്റെ പുത്രൻ ഈശൻ, ഉത്തമ മനുഷ്യൻ്റെ പുത്രൻ ഈശൻ. ദ്രോണരുടെ പുത്രൻ ദ്രൗണി, ദ്രോണരുടെ പുത്രൻ ദ്രൗണി. സുമിത്രയുടെ മകൻ സൗമിത്രി, സൗമിത്രി. ദശരഥൻ്റെ പുത്രൻ ദാശരഥി, ദശരഥൻ്റെ പുത്രൻ ദാശരഥി. വീരസേനൻ്റെ പുത്രൻ വൈരസേനി, വൈരസേനി. വിനതയുടെ പുത്രൻ വൈനതേയൻ. ഭീമൻ്റെ പുത്രി ഭൈമി, ഭൈമി. ജനകൻ്റെ പുത്രൻ ജാനകി, ജനകൻ്റെ പുത്രൻ ജാനകി. സത്യൻ്റെ പുത്രൻ സത്യകി, സത്യൻ്റെ പുത്രൻ സത്യകി. ദ്രൗപദിയുടെ പുത്രനെ പറയുന്ന പേര് ദ്രൗപദേയൻ, ദ്രൗപദേയൻ. ധ്രുവൻ്റെ പുത്രി ദ്രൗപദി, ധ്രുവൻ്റെ പുത്രി ദ്രൗപദി. ഇവിടെ ജനകൻ്റെ പുത്രി ജാനകി എന്നായിരിക്കണം. ഇവിടെ കൊടുത്തിട്ടുള്ളത് ജനകൻ്റെ പുത്രൻ ജാനകി. ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികം, മാനവനെ സംബന്ധിച്ചത് മാനവികം. പ്രദേശത്തെ സംബന്ധിച്ചത് പ്രാദേശികം, പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം, പാരത്രികം.
പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം. ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഔദ്യോഗികം. ഗ്രഹത്തെ സംബന്ധിച്ചത് ഗാർഹികം. പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നത് പ്രാപഞ്ചികം. സംബന്ധിച്ചിരിക്കുന്നത് പ്രാപഞ്ചികം. വിവാഹത്തെ സംബന്ധിച്ചത് വൈവാഹികം. ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം. ഭാരതത്തെ സംബന്ധിച്ചത് ഭാരതീയം. പുരാണത്തെ സംബന്ധിച്ചത് പൗരാണികം. വണ്ടിയെ സംബന്ധിച്ചത് ശാകടീന. രാഷ്ട്രത്തെ സംബന്ധിച്ചത് രാഷ്ട്രീയം. ഉൽപ്പത്തിയെ സംബന്ധിച്ചത് ഔൽപ്പത്തീയം. ഉൽപ്പത്തെ സംബന്ധിച്ചത് ഔൽപ്പത്തീയം. മരിക്കാറായ അവസ്ഥ പശ്ചിമാവസ്ഥ. മരിക്കാറായ അവസ്ഥ. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം. ഒന്നായിരിക്കുന്ന അവസ്ഥ ഏകത്വം. ശിശുവായിരിക്കുന്ന അവസ്ഥ ശൈശവം. സഹായിക്കാനാകാത്ത അവസ്ഥ നിസ്സഹായത. പലതായിരിക്കുന്ന അവസ്ഥ നാനാത്വം. മഴയില്ലാത്ത അവസ്ഥ അനാവൃഷ്ടി. മഴയില്ലാത്ത അവസ്ഥയ്ക്ക് പറയുന്നതാണ് അനാവൃഷ്ടി. പരസ്പരം പൊരുത്തമുള്ള അവസ്ഥ സാമഞ്ജസ്യം. പരസ്പരം പൊരുത്തമുള്ള അവസ്ഥ സാമഞ്ജസ്യം. 89 പറയുന്ന ഒറ്റപ്പദം നവശീതി. 89 നവശീതി. ഇന്ദ്രജാലത്തിൻ്റെ ഭാവം ഐന്ദ്രജാലികം. വാതിൽ കാവൽക്കാരി വേത്രവതി. വാരിയെ ദാനം ചെയ്യുന്നത് വാരിതം. വിഹായസ്സിൽ ഗമിക്കുന്നത് വിഹകം. പാദങ്ങൾ കൊണ്ട് ഗമിക്കുന്നത് പന്നകം. ഒപ്പിന് പകരമിടുന്ന വര കൈക്കീർ. 12 വർഷക്കാലം വ്യാഴവട്ടം. ഗാനം ചെയ്യാവുന്നത് ഗേയം. സ്മരണയെ നിലനിർത്തുന്നത് സ്മാരകം. ഭാഗ്യത്തെ ദാനം ചെയ്യുന്നത് ഭാഗ്യപ്രദാനം. ആവരണം ചെയ്യപ്പെട്ടത് ആവൃതം. സഹിക്കാൻ കഴിയുന്നത് സഹ്യം. നരകത്തിലെ നദി വൈതരണി. ദർശിക്കാൻ കഴിയാത്തത് അദൃശ്യം. എത്തിച്ചേരാൻ സാധിക്കാത്തത് അപ്രാപ്യം. 3 കവികളെ പറയുന്ന പേരാണ് കവിത്രയം. അന്യൻ്റെ ശരീരം പരകായം. പഠിക്കത്തക്കത് പഠനീയം. പഠിക്കത്തക്കതിനെ പറയുന്ന പേരാണ് പഠനീയം. ഇല മാത്രം ഭക്ഷിക്കൽ പർണാശനം. പാദം കൊണ്ട് പാനം ചെയ്യുന്നത് പാദപ്പം. മാന്ത്രിക യന്ത്രത്തിലുള്ള വിശ്വാസം ചക്രാശയം. മാന്ത്രിക യന്ത്രത്തിലുള്ള വിശ്വാസമാണ് ചക്രാശയം. വിളമ്പുന്നതിൽ കാണിക്കുന്ന പക്ഷഭേദം പന്തിഭേദം.
അന്യൻ്റെ ഉയർച്ചയിലുണ്ടാകുന്ന അസഹിഷ്ണുത, ഈർഷ്യ. അന്യൻ്റെ ഉയർച്ചയിലുണ്ടാകുന്ന അസഹിഷ്ണുത, ഈർഷ്യ. ആരംഭിച്ചിടത്തു തന്നെ വീണ്ടും എത്തിച്ചേരുന്ന വാദം, ചക്രകം. ആരംഭിച്ചിടത്തു തന്നെ വീണ്ടും എത്തിച്ചേരുന്ന വാദം, ചക്രകം. മുനിയുടെ ഭാവം മൗനം. മുനിയുടെ ഭാവം മൗനം. നിയന്ത്രിക്കാൻ സാധിക്കാത്തത് അനിയന്ത്രിതം. അനിയന്ത്രിതം. കാവ്യത്തിന് വിഷയമായത് കവനവിഷയം. കവനവിഷയം. കന്യകമാരിൽ തൊടുകുറിയായത് കന്യാലലാമം. കന്യകമാരിൽ തൊടുകുറിയായത് കന്യാലലാമം. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര, ജൈത്രയാത്ര. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര, ജൈത്രയാത്ര. ബാലന്മാരുടെ തൊട്ടു വൃദ്ധന്മാർ വരെ. ബാലന്മാർ തൊട്ടു വൃദ്ധന്മാർ വരെ, ആബാലവൃദ്ധം. ആബാലവൃദ്ധം. രാമേശ്വരം മുതൽ ഹിമാലയം വരെ, ആ സേതു ഹിമാചലം. രാമേശ്വരം മുതൽ ഹിമാലയം വരെ, ആ സേതു ഹിമാചലം. ചരിത്രാതീതം, ചരിത്രത്തിന് മുൻപുള്ളത്. ചരിത്രാതീതം എന്ന് പറഞ്ഞ് ചരിത്രത്തിന് മുൻപുള്ളത്. അപ്പോൾ ഇതായിരുന്നു. കുറച്ച് പോയിന്റ്സ് നോക്കാം. പുത്രൻ്റെ ഭാര്യ സ്നുഷ. സ്നുഷ. പുത്രൻ്റെ പുത്രൻ പൗത്രൻ. പുത്രൻ്റെ പുത്രി പൗത്രി. മകളുടെ മകൾ ദൗഹിത്രി. മകളുടെ മകൻ ദൗഹിത്രൻ. അപ്പോൾ പുത്രൻ്റെ പുത്രൻ പൗത്രൻ, പുത്രൻ്റെ പുത്രി പൗത്രി, മകളുടെ മകൾ ദൗഹിത്രി, മകളുടെ മകൻ ദൗഹിത്രൻ. അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ. അച്ഛൻ്റെ അമ്മ പിതാമഹി. അമ്മയുടെ അമ്മ മാതാമഹി. മകളുടെ ഭർത്താവ് ജാമാതാവ്. മകളുടെ ഭർത്താവ് ജാമാതാവ്. ഭാര്യയുടെ പിതാവ് ശ്വശുരൻ. ഭാര്യയുടെ പിതാവ് ശ്വശുരൻ. സഹോദരി പുത്രൻ ഭാഗിനേയൻ. സഹോദരിയുടെ മകൾ ഭാഗിനേയി. സഹോദരി പുത്രൻ ഭാഗിനേയൻ. സഹോദരിയുടെ മകൾ ഭാഗിനേയി. സഹോദരിയുടെ ഭർത്താവ് സ്യാലൻ. സഹോദരിയുടെ ഭർത്താവ് സ്യാലൻ. പിതൃ സഹോദരൻ താതകു. പിതൃ സഹോദരനെ പറയുന്ന ഒറ്റപ്പദം താതകു. അപ്പോൾ ഒറ്റപ്പദം എന്ന ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഈ ഒറ്റപ്പദത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പദങ്ങളും നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ താങ്ക്സ്.